ഗതകാല സ്മരണകളിലും വരുംകാല സ്വപ്നങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന വർത്തമാനകാലത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ശരിതെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അത് നിങ്ങളുടെ നിർണയത്തിന് വിടുന്നു. യാതൊരു അവകാശവാദങ്ങളുമില്ലാതെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു തിരശ്ശീലയ്ക്കപ്പുറം. എന്നും അന്നന്നത്തെ ശരിക്കു വേണ്ടി നിലകൊണ്ടവർക്ക് മുമ്പിൽ സലജ്ജം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. തിരശ്ശീലയ്ക്കപ്പുറം. Joseph Sharma, Comrade Riku, and that too from a local number. Doesn't that mean you are Calicut? What a surprise! പറയൂ പ്രിയമിത്രമേ, ഇവിടെ നിന്നാലാണ് എനിക്കിതിനെ സ്വീകരിക്കാൻ കഴിയുക. അതെന്താ നാളെ ഇന്ന് മറ്റെന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ്? ശരി, എന്നാൽ നീ എപ്പോഴേക്ക് നാട്ടിൽ? ഉത്തരേന്ത്യൻ കാടുകളിലെ ആദിവാസികളുടെ അവകാശങ്ങളുടെ നേതാവിന് നാട്ടിലേക്ക് വരാൻ എവിടെ നിന്ന് സമയം? നാളെ പുസ്തകം നേരെ എന്റെ റൂമിലേക്ക് പോകുന്നത് നമ്മുടെ ആ പഴയ ക്ലാസ് റൂം DB206. ആള് മാറാതിരിക്കാനായി ഒരു നെയിം ബോർഡും അവിടെ പാടാറുണ്ട്. അതെ, ഇവിടെ ഇപ്പോൾ ഫാക്കൽറ്റിക്കെല്ലാം സ്വന്തം മുറിയും സ്വന്തം കമ്പ്യൂട്ടറും സ്വന്തം കാര്യവും. അത് വേണം. നീ എന്റെ മുറിയിൽ വാ, ക്യാൻറ്റീനിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം. Yes, 9:90. I will be all yours.
വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. നാളത്തെ പ്രഭാതത്തിനായി ഇന്നത്തെ രാത്രി സ്വപ്നങ്ങൾ വിരിച്ച് കാത്തിരിക്കുകയാണ്. the nearly 3 lakh people around the country, even if it means closure of the factory and denial of employment to nearly 3,000 others. There is a need to prevent identical problems occurring elsewhere in the future. There is a need to find development options that suit a state like Kerala. Development possibilities that do not tax the people's right to lead a healthy life. The struggle is not, as it is made out to be too often, against development, against workers who earn their living. Not to be seen as struggle as a fight against capitalist interests to be done. It is about human lives. It is about people dying of cancer, asthma, heart attacks, chronic bronchitis. It is about water that is unbreathable, air that is unbreathable, a river is dying smoother. It is about blinking sources of livelihood and about destruction of forest. Above all, the struggle is about the irreversible tragedy of people who now have no option to fight for their survival. The struggle must be initiated not tomorrow, but today, the 8th day of July 1985. Thank you. കേരളം ചെയ്യേണ്ടത് വികസനത്തിന് ഒരു പുതിയ മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ ഒരു ഗോത്ര സംസ്കാരം കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. ഒരു ചായ, ഒരു കട്ടൻ. നമസ്കാരം. അല്ലല്ലോ, ഇന്നിപ്പോ എന്താ മീറ്റിംഗ്? അരുന്തേച്ചിയുടെ പ്രശ്നമല്ലേ നമ്മളെത്ര കേട്ടതാ? അതെ, കോളേജ് യൂണിയൻ ഒരു ചർച്ച സംഘടിപ്പിച്ചത് മാവൂർ ബ്രാസ് ബ്രേൺസിനെ പറ്റി. എന്നിട്ട് എന്തായി ചർച്ച? പതിവ് പോലെ അരുന്ധതി ചേച്ചിയും ഉമ്മർക്കെയും കസൻ. അല്ലെങ്കിൽ ഒരു രണ്ടാളിലെ നേതാക്കന്മാര്. അരുന്ധതി മോള് പറഞ്ഞ ഞാൻ കേട്ടു. ഉമ്മർ എന്താ പറഞ്ഞത്? മാവൂർ റൈഡേഴ്സിലെ 3000 കുടുംബങ്ങളുടെ മനസ്സാണ് ഉമ്മർക്ക് കണ്ടത്. അത് ഭംഗിയായി ഉമ്മർക്ക് പറയുകയും ചെയ്തു. ഓനല്ലെങ്കിൽ ഒരു മനുഷ്യപ്പറ്റിന്റെ കൂട്ടത്തില്. പക്ഷേ അരുന്ധതി ചേച്ചി പറഞ്ഞത് ന്യായമാണ്.
ഇടശ്ശേരി ചിത്രമാല നമ്മൾ വായിച്ചതല്ല. വരുന്ന യുവജനോത്സവത്തിന് നമ്മുടെ നാടകത്തിന്റെ ലക്ഷ്യം ഈ മലയാളത്തെ മതിയാകും. ഒരു നാടകത്തിന്റെ തിരക്കഥ ഈ ചർച്ചകളിൽ നിന്ന് കിട്ടും. പക്ഷെ ഇതിനുള്ള പരിഹാരം നാടകോ മതിയല്ല ജയഭാരതി ഭാരതീയ വരുന്നു ഇക്കൊല്ലം കിടന്നല്ലേ നടൻ ഇത്തവണ നായകനായിട്ട് നിന്നെയാണ് അലക്കുന്നത്. ജയഭാരതിക്ക് പറ്റിയ നടൻ ഇപ്പൊ നീ എവിടെ ഓളുടെ കഴിഞ്ഞ പടത്തിൽ 2 ലവും 3 അടിയുണ്ട്. ചായ കൊടുത്തില്ലേ അതോ എന്റെ മനസ്സ് ഇപ്പോഴും നമ്മുടെ നാടകത്തിൽ ഈ നാടകത്തിലെ നായകൻ മനുഷ്യനാണ്. നായിക പ്രകൃതി. അവരുടെ പ്രണയത്തിൽ വിരിയുന്ന ഒരു അനശ്വര പുഷ്പമാകും ഈ നാടകം. ഓ, ഇന്നാണല്ലേ എല്ലാണ്ടിയുടെ കവിയരങ്ങ്. ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് ക്ലബ് അവതരിപ്പിക്കുന്ന കവിയരങ്ങ്. മലയാള കവിതാ സാമ്രാജ്യത്തിന്റെ ആധുനിക ശില്പികൾ ഒന്നിച്ച് ഒരു വേദിയിൽ ജൂലൈ 8, 1985 6 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ. അല്ല ഹരിയെ അനക്കതോട് ഉച്ചയ്ക്ക് ഉണ്ടാവും. ഇതൊക്കെ മതിയാവും സിനിമ. ഞാനൊരു പോസ്റ്റർ ഒട്ടിക്കുക. അതല്ല ഇതിപ്പോ നോട്ടീസ് പറഞ്ഞവരൊക്കെ വരുമോ? ചുള്ളിക്കാട് എന്തായാലും വരും. ജോസഫേ ഈ എപ്പോഴും പാടുന്ന പാട്ടായിരുന്നു അന്ന് പാടി. സഖാവ് അരുന്ധതിയുടെ ആവേശോചരമായ പ്രസംഗം ഞങ്ങളെ ഇതാ പുതിയൊരു ലോകത്തിൽ എത്തിച്ചിരിക്കുന്നു. അരുന്ധതി ചുറ്റി കസറിയല്ലേ മറിക. അത് പിന്നെ വികാരങ്ങൾ തൊട്ടല്ലേ ഇവരുടെ കളി. കാടും പുഴയും മലയും കിളികളും എല്ലാം ചേർന്ന് കാൽപ്പനിക ലോകത്തിലുള്ള ഒരു സാഹിത്യ വിഷയം. കയ്യടി വാങ്ങണം എളുപ്പം. ഈ കാടും പുഴയുമെല്ലാം നാളത്തെ തലമുറയുടെ കൂടി സ്വത്താണ്. അത് നാളേക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതല്ലാതെ ഇത് കാൽപ്പനിക ലോകത്തിലേക്കുള്ള ഒരു പാഴ്സഞ്ചാരമല്ല. ഇന്നത്തേക്കുള്ള അരി എവിടെ നിന്ന് കിട്ടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ലാത്തവരോട് പറയാൻ കൊള്ളാം ഈ വാദം. മാവൂരിലെ 3000-ഓളം വരുന്ന തൊഴിലാളികളുടെ പ്രശ്നം ഇന്നത്തേക്കുള്ള അരിയാണ്. അതല്ലാതെ നാളത്തെ തലമുറയുടെ കാവ്യ പ്രചോദനമല്ല. നിങ്ങളിങ്ങനെ വന്ന കാലം നിൽക്കാതെ ഇരിക്കും മക്കളെ. പ്രഭാകര
നിലമ്പൂരിൽ നിന്ന് വർഷം 2 ലക്ഷം രൂപ, ജാലിയാകുന്നത് സൗജന്യമായി ശിക്ഷകരം. ഇത്ര അധികം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരു എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ കൃത്യമായി പ്രവർത്തിച്ചാൽ എന്താ? അവർ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്. അതെ, മനഃപൂർവ്വം തന്നെയാണ് കമ്പനി ചെയ്യുന്നത്. മുളയുടെ വില പുതുക്കി നിശ്ചയിക്കുന്ന ഈ സമയത്ത് കമ്പനി പ്രതിസന്ധിയിലാണെന്ന് കാണിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതല്ലെങ്കിൽ തുടർന്ന് വീട്ടിലേക്ക് തന്നെ മുള നൽകാൻ സർക്കാർ തയ്യാറാവില്ല. അല്ലെങ്കിൽ പിന്നെ കൃത്യമായി ശമ്പള വർധനവും ബോണസും നൽകിയിരുന്ന കമ്പനി ഇത്തവണ മാത്രം എന്താണ് മുടക്കിയത്? അത് ഒരു തൊഴിലാളി സമരത്തെ ക്ഷണിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ശരിക്കും ബിർളയ്ക്ക് ഇപ്പോൾ ഒരു തൊഴിൽ സമരവും ആവശ്യമാണ്. എങ്കിലല്ലേ സർക്കാരുമായുള്ള ചർച്ചയിൽ ദൈനികതയുടെ മുഖം മൂടിയും അണിഞ്ഞ് വിലപേശാനാകും. മുളയുടെ പുതിയ വില ടെണ്ണിന് 1000 രൂപയെങ്കിലും ആവേണ്ടതാണ്. എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഹരിയോട് ചോദിച്ചു നോക്ക്. അവന്റെ അച്ഛനവിടുത്തെ ഫോർമാനില്ലേ? ജില്ലയോടോ അവിടുത്തെ തൊഴിലാളികളോടോ അല്ല ഞങ്ങളുടെ സമരമെന്ന് പല കുറി പറഞ്ഞതല്ലേ ഉമ്മ. ഞങ്ങളുടെ സമരം ക്യാൻസറും ബ്രോങ്കൈറ്റിസും വന്ന് മരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ്. എങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് കമ്പനി കൂട്ടാനല്ല, മറിച്ച് അവിടെ 1980 കമ്മീഷൻ ചെയ്ത ചുങ്കപ്പള്ളി വരെയുള്ള എഫ്ലുവന്റ് പൈപ്പ് ലൈൻ കൃത്യമായി പ്രവർത്തിപ്പിക്കുവാനും അതിനു മുൻപുള്ള എല്ലാ അനധികൃത ഡിസ്ചാർജ് പോയിന്റ്സും അടച്ചുപൂട്ടുവാനും ഭാവിയിൽ ആ പൈപ്പ് ലൈൻ കടൽ വരെ നീട്ടാനുമാണ്. അതല്ലാതെ പൈപ്പ് ലൈൻ തകർത്തും ബണ്ട് പൊട്ടിച്ചും ഇപ്പോൾ നടത്തുന്ന ഈ സമരം ശരിക്കും ബിർള തന്നെ സ്പോൺസർ ചെയ്യുന്നതാണ്. ഉമ്മ ഇങ്ങനെ തെളിവുകളില്ലാതെ സംസാരിക്കരുത്. ആരെ പറഞ്ഞത് ഈ സമരം ബിർള തന്നെ സ്പോൺസർ ചെയ്യുന്നതെന്ന്? അല്ലെങ്കിൽ പിന്നെ റോ മെറ്റീരിയൽ പ്രൈസ് നെഗോസിയേഷൻ നടക്കുന്ന ഈ സമയത്ത് തന്നെ കൃത്യമായി ഒരു പരിസ്ഥിതി സമരവും ഒരു തൊഴിൽ സമരവും അതിനെ ഒത്തുവന്നു. തൊഴിലാളികൾ അവിടെ സമര നോട്ടീസ് കൊടുത്തിരിക്കുകയാണെന്നാണ് കേട്ടത്. ഇല്ലേ ഹരി? നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തൊഴിൽ സമരത്തിന് ഇറങ്ങാൻ ഇപ്പൊ അവിടെ ആർക്കും താല്പര്യമില്ല. എന്തൊക്കെയായാലും അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം കമ്പനിയെ വളരെ ഇഷ്ടമാണ്. ഓരോ മാസവും കമ്പനി എന്തൊക്കെയാണ് സൗജന്യമായി തരുന്നതെന്ന് അറിയാമോ? സോപ്പ്, പേസ്റ്റ്, മരുന്നുകൾ. അത് നിങ്ങൾക്ക് പരിസരവാസികൾക്കോ? കുടിക്കാൻ കഴിയാത്ത ജലം, ശ്വസിക്കാൻ കഴിയാത്ത വായു, കുളിക്കാൻ കഴിയാത്ത പുഴ, പിന്നെ ചികിത്സയില്ലാത്ത ഒട്ടനവധി അസുഖങ്ങൾ. പക്ഷേ ചേച്ചി, ഇതിന്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും ഒരു രോഗമില്ലാത്തവർ അവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ കമ്പനി കൂട്ടിയാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ അവിടെ ആർക്കുമാകും? ഇല്ലടാ, കമ്പനി കൂട്ടുവൊന്നുമില്ല. ഇന്ന് മിക്കവാറും ഒരു മന്ത്രിതല ചർച്ച നടന്നേ, അതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അറിഞ്ഞോ? മാവൂറായി ലോക്കൗട്ടായി. ജോലിക്കാരൊക്കെ താഴെ തടഞ്ഞു. അവിടെ ആകെ കൂട്ടിയടിയായി. ആർക്കെങ്കിലും പരിക്കുണ്ടാവില്ലേ? അതറിയില്ല. ചർച്ചയ്ക്ക് മുന്നിലുള്ള കത്ത് മാനേജിംഗ് ഡയറക്ടർക്ക് കിട്ടിയില്ല പോലും. കർത്താവന്മാർ തന്നെ മുക്കിക്കാണ്. എന്നിട്ട് തൊഴിൽ സമരത്തിന്റെ കാര്യം പറഞ്ഞ് കമ്പനി കൂട്ടിയാണ്. അപ്പോൾ ഇത് ഉമ്മറിക്ക് പറഞ്ഞതുപോലെ ബിർള തന്നെ ജോസഫ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് ചർച്ചയല്ല. ഉമ്മറിക്ക് പറഞ്ഞ പോലെ
ഈ ലോക്കൗട്ട് ബിർളയുടെ കൂടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അത് ഉടനെയൊന്നും തീരുകയില്ല. മാവൂർ റയോൺസിലെ മിക്ക തൊഴിലാളികളുടെയും ശമ്പളം മാത്രമല്ല, വെള്ളവും വെളിച്ചവും ഭക്ഷണവും, എന്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും കമ്പനിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഹരിയുടെ മനസ്സ് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതല്ലേ ഉള്ളൂ. അവന്റെ അടക്കം 3000-ഓളം കുടുംബങ്ങളാണ് അവിടെ പട്ടിണിയിലേക്ക് തള്ളിയിടപ്പെടുന്നത്. അത് അവരിൽ ചിലരെ ആത്മഹത്യ വരെ പോലും കൊണ്ടെത്തിച്ചേക്കും. അവരെ അല്പമെങ്കിലും സഹായിക്കാൻ നമുക്ക് കഴിയില്ലേ? അതിനോട് ഞാനും യോജിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ കഴിയുക? അത് നമുക്ക് അവരോട് തന്നെ പോയി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നുമില്ലെങ്കിലും അവിടെ വരെ പോയി അവരെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ശരിയാണ്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? അതെ, വാപ്പയുടെ സമയമായിട്ടോ നമുക്ക് റേഡിയോ വെച്ചു. പ്രധാനമന്ത്രി ഇന്ത്യൻ ടീമിനെ അനുമോദനം അറിയിച്ചു. ഇപ്പോൾ കിട്ടിയത് കോഴിക്കോട് ജില്ലയിൽ മാവൂരിലുള്ള ഗ്രാസിം ഇൻഡസ്ട്രീസ് റയോൺ ഫാക്ടറി അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയിടാൻ കമ്പനി മാനേജ്മെന്റ് തീരുമാനിച്ചു. തൊഴിലാളി സമരം കാരണമാണ് ഈ അടച്ചുപൂട്ടൽ എന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. തൊഴിലാളികളെ അടക്കം എല്ലാവരെയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ ഫാക്ടറി വളപ്പിൽ കയറുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. സാധാരണ പോലെ തൊഴിലാളികൾ രാവിലെ 1ാമത്തെ ഷിഫ്റ്റിന് എത്തിയപ്പോഴാണ് പൂട്ടിയിടൽ അറിയിപ്പ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച നൽകിയ സമര നോട്ടീസിന്റെ ചർച്ചയുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന തൊഴിലാളികൾ ഇതറിഞ്ഞ് ക്ഷുഭിതരായി. തുടർന്നുണ്ടായ വാക്കുതർക്കങ്ങൾ ചെറിയ തോതിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമുക്ക് നേരിട്ട് പോകും. നമുക്ക് പോയി നോക്കാം. ശരി, അതെ, പോവാം. ഒന്ന് എഴുതി നോക്കി ഇതെന്തൊരൊക്കെ ശരി സിദ്ധി, ഇത് നീ കൂടെ അളവാണ്. ഒച്ച കൂടിയാൽ ചിലപ്പോൾ ക്വാർട്ടേഴ്സിന്റെ സീലിംഗ് ഇട്ട് താഴെയില്ല. പിന്നെ എഞ്ചിനീയറിംഗ് ഇവിടെ കിടക്കി 3 ദിവസം നടക്കാൻ എനിക്ക് വയ്യ. ഞാനിതായി ഈ 8 മണിക്ക് തുടങ്ങുന്ന കസ്റ്റമർ ക്ലാസ് എന്റെ എത്രയെത്ര സ്വപ്നങ്ങളെയാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് മുറിച്ചിട്ടുണ്ട്. മതി കണ്ടത്. എന്നും ഈ കോളേജിന്റെ പഴയ സുഹൃത്തകാലം തന്നെയല്ലേ സ്വപ്നം കാണുന്നത്. ഒന്ന് എണീറ്റ് പോയി എന്റെ ഉറക്കം തീർന്നു. സ്മിത, സിജോ, വിനോദ്, മെറിൻ, രാജേഷ്, Safdar? Oh, he is absent today. Okay, we will continue in the next class. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ ക്യാൻറ്റീൻ മാറിയിരിക്കുന്നു. വർഷം 20 കഴിഞ്ഞില്ലേ? കാലം ഈ ക്യാൻറ്റീനിന് ചായം പൂശിയിരിക്കുന്നു. സുകുമാരേട്ട, പഴയൊരു അതിഥിയുണ്ട്. ആളെ മനസ്സിലായോ? ഇത്
സാറിന്റെ ബാച്ചിലുണ്ടായിരുന്ന രസമല്ലേ? സുകുമാരേട്ടൻ എന്നെ നടന്നു കളിയാണെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഇവനിപ്പോ ഉത്തരേന്ത്യയിൽ ആദിവാസികളെ ഉദ്ധരിക്കുവാൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. ക്യാൻറ്റീന്റെ രൂപം പോലെ തന്നെ ഭാഷയും മാറിയോ? നമ്മളൊന്നും ഇപ്പൊ പഴയ കുട്ടികളല്ലല്ലോ. സുകുമാരേട്ടാ, ഞാൻ അങ്ങോട്ടിരിക്കാം. 2 ചായ വേണം. സുകുമാരേട്ടന്റെ ഈ മെമ്മറി എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കോളേജിൽ പഠിച്ചവരിലും ഇത്രയും പേര് ഓർമ്മയുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഈ ക്യാൻറ്റീൻ നമുക്ക് ഇത്രയും പ്രിയപ്പെട്ടതാകുന്നത്. ഈ 4 നമ്മളെ തിരിച്ചറിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇതെന്ത് വേഷം കാക്കുന്നു? കണ്ടില്ലേ വേഷങ്ങള്? എന്തൊരു ദീപാണ്. നിനക്ക് സുഖം തന്നെയല്ലേ ഇത്? അങ്ങനെ തന്നെ. പിന്നെ നമ്മളിപ്പം കാക്കൊന്നും അല്ലട്ടോ, ക്യാൻറ്റീൻ പോയി. നമ്മുടെ പ്രഭാകരേട്ടനായി കുട്ടികൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? ക്യാൻറ്റീൻ ഷെഫ്. പിന്നെ നമ്മുടെ സുകുമാരേട്ടനിട്ടുണ്ട് പുതിയ ഇതിനകത്ത് പണിയില്ലേ? ഇതൊക്കെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് വരുത്തിവെച്ച പരിഷ്കാരങ്ങളാണ്. കണ്ടില്ലേ തറയിലും ചെടിച്ചെടിയിലും ഒക്കെ ചുവന്ന പെയിന്റടിച്ചിരിക്കുന്നത്? കുറച്ച് പച്ച ആ ചെടികളുടെ ഇലയിൽ അടിക്കാനോ സാർ? രഘു നാട്ടിലേക്ക് വന്നതിന്റെ കാര്യം പറഞ്ഞില്ല. എന്താ കരയുന്നേ? അത് പിന്നെ ഇപ്പൊ ക്യാൻറ്റീനിൽ പേപ്പർ ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മളെ പ്രഭാകരേട്ടൻ കൊണ്ടുവന്ന. ഇത് പണ്ട് തന്നെ കട്ടന്റെ കൂടെ പേപ്പർ വേണമല്ലോ. ഇന്നത്തെ കാലത്ത് ആരാ ക്യാൻറ്റീനിൽ നിന്ന് പത്രം വായിക്കാൻ? അതിനൊക്കെ ആർക്കും ഇവിടെ സമയം? എല്ലാം ഇപ്പോൾ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ? പരസ്യ കമ്പനികൾക്ക് വിൽക്കാൻ അതാവും എളുപ്പം. സമയമില്ലാത്ത ഈ കാലത്ത് വായനക്കാരെ കിട്ടാൻ സമയമില്ലാത്ത കാലം, അങ്ങനെ ഒരു കാലമുണ്ട്. മനുഷ്യൻ സമയത്തിന് വിലയിട്ടത് മുതൽ അതവന് കിട്ടാതായി. നമ്മുടെ കുട്ടികളെ തന്നെ ഒന്ന് നോക്കൂ. ഒരു വശത്ത് സെമസ്റ്ററും ക്രെഡിറ്റും അസൈൻമെന്റും, അപ്പുറത്ത് യൂട്യൂബും ഓർക്കൂട്ടും ചീട്ടോട്ടും. അതിനിടയ്ക്ക് അവർക്ക് എവിടെയാ സമയം? പഴയ കവിതയൊക്കെ ഉണ്ടോ? ഭാസ്കരൻ മാഷ് ഇപ്പോൾ ഡീനാണ്. കവിത എഴുത്തൊക്കെ നിർത്തി ഇപ്പോൾ ജേണൽ പേപ്പർ എഴുതാം. അതിനത്ര ഇമ്പാക്ട് ഫാക്ടർ കൂടുതൽ. മാത്രമല്ല പേപ്പർ ഒന്നിന് 5000 വെച്ച് കിട്ടുകയും ചെയ്യും. അത് ശരി. അപ്പോ പുതിയ ആളുകളുടെ ഇടയിലോ? പുതിയതായിട്ട് അധികം ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഉള്ളവർക്കാണെങ്കിൽ അതിനൊട്ട് സമയവുമില്ല.
അതെന്താ പുതിയ ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ മാത്രം? ഇവിടെ ഇപ്പോ ലെക്ചർ ആവണമെങ്കിൽ PhD വേണം, വീഡിയോ കോൺഫറൻസിംഗ് അറിയണം. വീഡിയോ കോൺഫറൻസിംഗ് അതെന്തിന്? കഴിഞ്ഞ റിക്രൂട്ട്മെന്റിലെ ചില തമാശകൾ കേട്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ 120 പേരുടെ ക്ലാസ്സിൽ നേരിട്ട് പോകുന്നതിനേക്കാൾ ചിലപ്പോൾ അതായിരിക്കും എളുപ്പം. ഒരു ക്ലാസ്സിൽ 120 പേരോ? എവിടെ ഇത്രയും കുട്ടികളെ ഒരുമിച്ചിരിക്കുന്നത്? ഫുട്ബോൾ ഗ്രൗണ്ടിൽ. പഴയ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മുടെ പുതിയ മെഗാ ക്ലാസ് റൂമുകൾ വരുന്നത്. പണിയൊക്കെ ഏകദേശം കഴിയാം. കോളേജിന്റെ പേരിന് മാത്രമല്ല അല്ലേ മാറ്റം? പഴയ പേരിന്റെയും ആ പേര് കൊത്തിവെച്ചിരിക്കുന്ന ബോർഡിന്റെയും ഒക്കെ സ്ഥാനം ഇപ്പോൾ സ്മൃതിവനത്തിലാണ്. ഇത്രയും പഴയ കോളേജിന്റെ പേര് മാറ്റിയപ്പോ ആരും എതിർത്തില്ലേ? അലുമിനി സർക്കിൾസിൽ വല്ലാതെ ഒച്ചപ്പാടുണ്ടായി. ഓർമ്മകൾക്ക് മേൽവിലാസം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു പലതും. പക്ഷേ പേര് മാറ്റം ഒരു പാർലമെന്റ് ആക്ടിന്റെ ഭാഗമായിരുന്നു. അതിനെ എതിർക്കാൻ നമ്മുടെ അലുമിനി ആരും പാർലമെന്റിൽ ഇല്ലല്ലോ. ചായയുടെ ഒരു കേട്ടോ. അലുമിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മുടെ സീനിയർ ബാച്ചിന്റെ ഗെറ്റുകൾ കഴിഞ്ഞ മാസമായിരുന്നു. നമ്മുടെ ഉമ്മർക്കി ഓർമ്മയില്ലേ? ഉമ്മർക്കിയായിരുന്നു പ്രധാന സംഘാടകൻ. ഉമ്മർക്ക് ഇപ്പോഴും KCB-യിൽ തന്നെയല്ലേ? അതെ, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. നമ്മുടെ അരുന്ധതി ചേച്ചി വന്നിരുന്നു. ചേച്ചി വന്നില്ല. ചേച്ചി തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂൾ നടത്തുകയാണ്. പഠന വൈകല്യം ഉള്ള കുട്ടികൾക്ക് വേണ്ടി. അവരാണിപ്പോൾ ചേച്ചിയുടെ കിളികളും പൂക്കളുമെല്ലാം. അവരെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ ചേച്ചിക്ക് ആവില്ല. ഞാനും കേട്ടിരുന്നു. പറ്റുമെങ്കിൽ ഒന്ന് അവിടെ വരെ പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാ പോകാൻ പറ്റുമെന്ന് പറ. പറ്റുമെങ്കിൽ ഞാനും കൂടെ കൂടാം. ആ, ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഉമ്മറയ്ക്ക് ഇവിടെ ഗെറ്റുഗതറിന് വന്നപ്പോൾ ഞാനും ഉമ്മറയ്ക്കയും കൂടി മാവൂർ വരെ പോയി. പോകണ്ടായെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതാ. അക്ഷരാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ ഒരു ശവപ്പുറമാണ്. മേൽക്കൂരയില്ലാത്ത വീടുകൾ ആത്മാവിന്റെ ശരീരം പോലെ നിരനിരയായി നിൽക്കുന്നത് കണ്ടാൽ ആർക്കാ സഹിക്കുക? ഉമ്മടിക്കയുടെ കണ്ണ് നടക്കുന്നു. ഓൻ കഴിയും. ഞാൻ പണ്ടേ പറയാറില്ലേ, ഓ മനസ്സിലുള്ള സുകുമാരത്തിന് ഓർമ്മയുണ്ടോ? 1985 റയോൺസിലെ 43 മാസം നീണ്ട ലോക്കൗട്ട്. പിന്നെ ഓർമ്മയില്ലാതെ അന്ന് നിങ്ങളെല്ലാവരും കൂടിയല്ലേ പിരിവെടുത്ത് ചോറും കറിയൊക്കെ കുറെ കൊണ്ടുപോയത്? അതൊക്കെ ഒരു കാലം. അന്ന് ഈ ക്യാമ്പസിനും പുറം ലോകത്തിനുമിടയിൽ ഇത്രയും വലിയൊരു മതിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ മനസ്സിന് ചുറ്റും മതിൽ തീർക്കാതിരുന്നാൽ മതി.
നമുക്ക് ആ പഴയ MC-യും സ്മൃതിവനവും ഒക്കെ ഒന്ന് കണ്ടുവന്നാലും. പഴയ എക്സിയുടെ അടുത്തേക്ക് നീ പോകണ്ട, നിനക്ക് സഹിക്കില്ല. നിങ്ങൾ പോവുകയാണോ ചേട്ടാ? ഇല്ല കാക്കു, ഒന്ന് ചുറ്റി അടുത്ത ചായക്ക് വരട്ടെ. എനിക്ക് ചിക്കൻ ബർഗർ. രാവിലെ കഴിഞ്ഞ കാര്യം പറയണ്ട. ചേട്ടനല്ലേ ദിവസം. വല്ലവന്റെ നിലവിൽ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് രോമർക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പൊ ഇന്നും വിനോദിന്റെ ചെലവാല്ലേ? നിങ്ങൾ ഈ പാമ്പത്തിനെ കൊണ്ട് ഇങ്ങനെ ചെയ്താലോ? ഇതിപ്പോ എന്താ വിഷയം? ഒരു അച്ഛൻ അമേരിക്കയിൽ വന്നോ? അത് സുകുമാരേട്ടാ, ഇന്ന് ഇതിന്റെ പേരിലാ ചെലവ്. ഇവന്റെ കസിൻ US നിന്ന് വന്നപ്പോ കൊടുത്തതാണ്. പിന്നെ പിന്നെ രോമർക്ക് ചെലവ് വർദ്ധിക്കാൻ എന്തെങ്കിലും കാര്യം വേണോ ഒന്നും വേണ്ട. ചേട്ടാ 4 ലൈൻ കൂടെ വേണേ. നീ എന്താ ഇപ്പൊ ഈ പറഞ്ഞ നിനക്ക് ക്ലാസ്സില്ലേ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഫ്രൈഡേ UGക്കാണ്, PGക്ക് ഇന്ന് Thursday ആ. അതുകൊണ്ട് PG കോഴ്സെടുത്ത 8 പോയിന്റൊക്കെ വട്ടായി നടക്കുന്നുണ്ട്. അത് ഞാൻ ഓർത്തില്ല. അല്ലെങ്കിലും ഒരു 6 പോയിന്റർ എന്തിനാ അതെല്ലാം ഓർക്കുന്നത്? ഇല്ലാത്തവർക്ക് സമാധാനം. ആമേൻ. മനോഹരന്റെ കളിയില്ല. എന്നാ ശരി, ഞാനിപ്പോ വരാം. കളിയാം, എനിക്ക് അർജന്റ് ഈ ഒരു ക്ലാസ്സിൽ പോടെ പോടെ, ഞാനിപ്പോ വരാം. ഇന്നെന്താ വ്യാഴാഴ്ചയായിട്ട്? കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേയുടെ അവധി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ Thursday അല്ലേ തന്നത്? അതിന്റെ കോമ്പൻസേഷൻ PGക്ക് ഇന്നാണ്. ഓഹോ, അത് ശരി. ഇതിന്റെ വീഡിയോ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയാ ജോസേ? ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ ഇതുകൊണ്ട് പറ്റുമോ? അതിനിത് പോരാ. പക്ഷേ PGA ക്വാളിറ്റി ക്യാമറയാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഈ ക്വാളിറ്റി മതിയോ? ഞാനൊരു എഞ്ചിനീയർ ആവേണ്ടവളല്ല. എന്റെ വിഷ്വൽ മീഡിയയിലാണ്. ഈ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴും എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. അല്ലെങ്കിലും നമ്മുടെ മുഴുവൻ ക്യാമ്പസിന്റെയും ഒരു മൈക്രോകോസം അല്ലേ ഈ ക്യാൻറ്റീൻ?
അലൗഡ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് കണ്ടക്ട് ആൻഡ് ഡിസിപ്ലിനറി കോഡിന്റെ വയലേഷൻ ആവുന്നത്. കോളേജിലെ വേസ്റ്റ് ഒക്കെ വേസ്റ്റ് ബിന്നിൽ ഇടാവുന്ന അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ യൂട്യൂബിലൊന്നും ഇടാൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എത്തിയും കുറയ്ക്കുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ലെന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നീ എങ്ങനെ ക്യാൻറ്റീനിൽ ഇരുന്ന് ഫിലിം പിടിച്ച് യൂട്യൂബിലിടും? സിനിമ നടിയാരാ? നയൻതാര. പിന്നെ നീ ഫിലിം പിടിച്ച് വലിയ മീര നായരാവും പോവല്ലേ? ജോർജ്, അവള് സീരിയസ് ആണ്. സ്മിതേ, നീ പറ, എന്താ നിന്റെ ഐഡിയ? ഈ ചിത്രത്തിൽ നായകനോ നായികയോ ശരിയോ തെറ്റോ ഒട്ടും ജഡ്ജ്മെന്റിലാവാതെ റിയാലിറ്റിയുടെ ഒരു പോർട്രേറ്റ് ഇതറിയില്ലെങ്കിൽ കസിനോട് ഹാൻഡിക്കാൻ കൊണ്ടുവരാൻ പറയാമല്ലോ. നമ്മുടെ വെറിന്റെ കയ്യിൽ ഒരു ഹാൻഡിക്യാം ഉണ്ടല്ലോ, നമുക്ക് അവളോട് ചോദിച്ചാലോ? ആ, കഴിഞ്ഞ ഉദ്യോഗ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അവളല്ലേ ഡി സി. ആർട്സ് സെക്രട്ടറിക്ക് തോന്നുന്നു ധോനിയുടെ സ്പോൺസർഷിപ്പിന്റെ ചാർജ് അല്ലേ? ആ, വിജയം ഉള്ളതുകൊണ്ട് വല്ലതും നടക്കും. ഇത്തവണത്തെ ബഡ്ജറ്റ് 20 ലക്ഷമാണ്. 20 ലക്ഷം? Friends, Romans, countrymen, lend me your ears. For the first time in the history of this institute, Dhwani has got a full event sponsorship. Coca-Cola India has agreed to pay rupees 20 lakhs towards Dhwani 2009. All credits go to our beloved Arts Club Secretary, Mr. Shijao John. Please applaud. Congrats to both of you. ശരിക്കും പിന്നെ അവന്മാർക്ക് വട്ടല്ലേ ഇത്രയും വലിയ പൈസ തരാൻ? സുശാന്തിന്റെ അന്തരം ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നോ? അതാണോ ക്ലിക്ക് ചെയ്തേ? അതും ഹെൽപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെ പുതുതായി തുടങ്ങുന്ന ബോട്ട്ലിംഗ് പ്ലാന്റിന്റെ ഒരു അഡ്വാൻസ് പബ്ലിസിറ്റി ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. കറക്റ്റ്. മുത്തപ്പൻ പുഴയുടെ തീരത്തല്ലേ അവരുടെ പുതിയ ബോട്ടിലിംഗ് പ്ലാൻ വരുന്നത്? അവർ നോക്കുമ്പോൾ ഇതല്ലേ അവരുടെ നിയറസ്റ്റ് ക്യാമ്പസ്, ഒരു പക്ഷേ നിയറസ്റ്റ് പൊട്ടൻഷ്യൽ കസ്റ്റമർ. എങ്കിൽ പിന്നെ അവന്മാരോടൊരു പ്രിയോറിറ്റി ഔട്ട്ലെറ്റ് കൂടി ക്യാമ്പസ് തുടങ്ങാൻ ആവശ്യപ്പെടാൻ. വരട്ടെ, എന്തായാലും നമ്മുടെ ധ്വനിയുടെ ടൈമിംഗ് കറക്റ്റ്. അത് ശരിയാ. ഇല്ലെങ്കിൽ ഇത് നടക്കില്ലേ? പോയി വായിച്ചു നോക്ക്. അങ്ങനെയൊക്കെ മെല്ലപ്പോൾ 4 രൂപ വായിക്കും. ആ, പടച്ചാക്കും നേതാവും കോളാമ്പി മനോരാജയൊക്കെ ഉണ്ടല്ലോ. നല്ല അല്ലയാ, ഇത് മലയാളത്തിലാണല്ലോ അല്ലയാ. ഈ മലയാളം പോസ്റ്റ് റെക്കോർഡിങ്ങുള്ള പെർമിഷൻ കൊടുക്കുന്നത് എന്നാ ഞാൻ പോയി വായിച്ചു തരാം. Bye.
മൊത്തം പരിപാടിയില്ല. നീ അനമ്പാക്കല്ലേ? കോളേജിന്റെ മൊത്തം പരിപാടി നിങ്ങളിൽ ചിലർക്ക് റസ്യൂമയുടെ കലം കൂട്ടാനും വേറെ ചിലർക്ക് തുള്ളിച്ചാടാനും കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്ത് കോളേജിന്റെ മൊത്തം പരിപാടിയായി കാണിച്ച് എല്ലാവരും നിങ്ങളെ പിന്താഴ്ന്നു വരുത്തരുത്. ഈ ബഹളത്തിനിടയിൽ ഇത് ഭരണകൂടം ചതച്ചു കൊന്ന ഒരു വിപ്ലവകാരിയുടെ സ്മരണയ്ക്കായി തുടങ്ങിയ പരിപാടിയാണെന്ന് ഒരിക്കലെങ്കിലും ഓർത്താൽ എന്താ സിജോ, എന്താ ഇവിടെ പ്രശ്നം? അതിലെന്താ പ്രശ്നം? ശബ്ദം എന്താ പുതിയേ? Sir, ഞങ്ങൾ 10-15 സ്റ്റുഡൻസിന്റെ കഴിഞ്ഞ 1 month എഫേർട്ടിന്റെ റിസൾട്ട് ആയിട്ടാണ് കൊക്കോകോളയെ സ്വനിയുടെ സ്പോൺസർ ആയിട്ട് കിട്ടിയത്. I know how much effort Shijo has put in. Now this man, he is trying to play the hero. അതിനിടയിലാണ് പരിസ്ഥിതി പ്രശ്നം പറയുന്നത് കൊക്കക്കോളക്കെതിരെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. സർ, പുറത്തുള്ളതും നമ്മൾ തന്നെ ലോകമല്ലേ? Shijo, you are the arts club secretary of this institute. And it's a responsible position. Your attempt should be to involve everybody. പക്ഷേ സാർ, ഇതുപോലൊരു സ്പോൺസർ എനിക്ക് കിട്ടില്ല. എത്ര ശ്രമിച്ചാലും ഇങ്ങനെ ചിലർ മാറിയത്. നിങ്ങൾ പരിപാടിയിൽ മുന്നോട്ട് പോകും. ഞാൻ സബ്ദറോട് സംസാരിക്കും. സബ്ദർ, others, clear this place. Quick. നീ പറഞ്ഞതുപോലെ പുറത്തെ ലോകവും നമ്മുടെ തന്നെയാണ്. പക്ഷേ അത് നീ കാണുന്ന ക്യാമ്പസിനേക്കാൾ വളരെ വലിയ ഒരു ചതുരംഗക്കളമാണ്. മാത്രമല്ല അതിലെ കരുക്കളുടെ നിയന്ത്രണം കളത്തിനകത്ത് കാണുന്ന ആരുടെയും കയ്യിലുമല്ല. ഞങ്ങളുടെ നിയന്ത്രണം ഞങ്ങളുടെ തന്നെ കയ്യിലാണ്. ഈ തെറ്റിന് നേരെ കണ്ണടയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല സർ. ശരി, നിന്റെ ഭാഗത്താണ്, അതെനിക്കറിയാം. ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള നിന്റെ കഴിവിൽ എനിക്ക് ബഹുമാനമുണ്ട്. I know you are different from others. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും അതിലെ ശരിതെറ്റുകൾ മാത്രമല്ല, റിസ്ക് ആൻഡ് റിട്ടേൺസ് കൂടി കാണാൻ കഴിയണം. ഇതിനെന്താ റിസ്ക്? I will tell you. ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിലിരുന്ന് തിരക്കഥയും ക്ലൈമാക്സും എഴുതി തീർത്ത ഒരു തെരുവ് നാടകമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിലെ കോമാളിയും വില്ലനും എന്തിനു നായകൻ പോലും കഥയറിയാതെ ആടുന്ന വെറും പാവകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഈ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിരുന്നതാണ് സാർ പറയുന്നത്. I didn't mean that. എന്നാൽ നീ എടുക്കാൻ പോകുന്നത് ഒരു വലിയ റിസ്ക്കാണ്. ഒരുപക്ഷെ നമ്മുടെ കോളേജിന്റെ പ്രതിച്ഛായക്ക് തന്നെ കളങ്കമേൽപ്പിക്കാവുന്ന ഒരു വലിയ റിസ്ക്. അതെടുക്കുന്നതിന് മുൻപ് നീ അതിന്റെ റിട്ടേൺസ് കൂടി പരിഗണിക്കണം. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. Let me be open. ഇന്നത്തെ ലോകത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പല താല്പര്യം വെച്ച് വരുന്ന പലരും ഉണ്ടാകും. ഈ ആവേശം വെച്ച് നീ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരുടെ ആരുടെയെങ്കിലും കയ്യിലെ ഒരു ആയുധമായി മാറാനാണ് കൂടുതൽ സാധ്യത. മൂർച്ചയുള്ളിടത്തോളം അവർ നിന്നെ ഉപയോഗിക്കും. പക്ഷേ അങ്ങനെ ഒരു ഭാവിയല്ല നിന്നിൽ ഞാൻ കാണുന്നത്. നിനക്ക് കീഴടക്കാൻ ഉയരങ്ങൾ അനവധിയുണ്ട്. നിന്റെ ക്രെഡൻഷ്യൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മതി ഇതുപോലുള്ള വെഞ്ചേഴ്സ് എടുക്കുന്നത്. Do you get what I mean? റെസ്യൂമെയിൽ വാചകങ്ങൾ ഒരു ഇന്റർവ്യൂ പാനലിന് മുന്നിൽ ക്രെഡൻഷ്യൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയല്ല
ഞങ്ങളുടെ വെഞ്ചേഴ്സ് ഒന്ന് തന്നെ. ചിന്താശക്തിയിൽ വിശ്വാസമുണ്ടെങ്കിൽ, അതിൽ കവിഞ്ഞ് മറ്റു താല്പര്യം ഒന്നുമില്ലെങ്കിൽ ആരുടെയും കയ്യിൽ ആയുധമാവില്ല സാർ. ഈ പോരാട്ടം ക്രെഡൻഷ്യൽസിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ്. നീ ഇന്നത്തെ പോരാളിയാക്കേണ്ടവനല്ല, നാളെയുടെ നേതാവാകേണ്ടവനാണ്. നിന്റെ സ്ഥാനം ഇന്നലെയുടെ മനക്കോട്ടയിൽ നിന്ന് ഇന്നിനെ വിലയിരുത്തുകയും നാളെ പ്രവചിക്കുകയും ചെയ്യുന്ന സാറിനെ പോലെയുള്ളവരല്ല ഞങ്ങളുടെ മാതൃക. അന്നത്തെ ശരിക്ക് വേണ്ടി നിലകൊണ്ടാകണം. ഇന്ന് ഞങ്ങളുടെ ശരി ഇതാണ്. ഞാൻ എന്റെ പണിയെടുക്കും. അതൊക്കെ പോട്ടെ, നീ നാട്ടിലേക്ക് വന്നതിന്റെ കാരണം പറഞ്ഞില്ല. ഇപ്പോൾ ഒരു പക്ഷെ അത് പറഞ്ഞാൽ നിനക്ക് വിഷമമാവും. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. പരസ്പരം പറയാൻ കഴിയാത്തതായി നമ്മുടെ ഇടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ല. ശരി, പറയുന്നു. മുത്തപ്പൻ പുഴ തന്നെയാണ് എന്നെയും ഇങ്ങോട്ട് വരുത്തിയത്. പുഴയുടെ തീരത്ത് വരാൻ പോകുന്ന പുതിയ ബോട്ട്ലിംഗ് പ്ലാന്റിനെതിരെയുള്ള ജനകീയ സമരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് ഞാൻ. ആ സമരം ഒരു സക്സസ് ആവാനുള്ള സാധ്യത നീ കാണുന്നുണ്ടോ? സക്സസ് അതിനു വേണ്ടിയല്ല ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടുള്ളത്. വിജയത്തിന് വേണ്ടിയല്ലാതെ മറിച്ച് ശരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അത് കണ്ടവരാണ് ജോസഫ്, നീയും ഞാനും ഒക്കെ. എനിക്ക് അത് ഇന്നും ഇവിടെ കാണാൻ കഴിയുന്നു. പക്ഷെ നിന്റെ കണ്ണ് അല്ലെങ്കിൽ വേണ്ട ജോസഫ്, നമുക്ക് മറ്റൊരിക്കൽ കാണാം. ഞാൻ ശ്വാസനാളം കീറുമന്ധവേഗങ്ങളിൽ കുംഭസാരത്തിന്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു. പിന്നെയും ഞാൻ അറിയുന്നു, തുറുങ്കു ഭേദിച്ചു നിൻ സ്നേഹപ്രവാഹം സമുദ്ര സംഗീതമായി മാറുന്നതും സന്ധ്യകാലങ്ങളിൽ തറൽ വീശുന്ന നിന്റെ ബലിഷ്ടമാം ചിന്തകൾ